നമ്മുടെ ഇടയിൽ പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഫുഡ് അലർജി അല്ലെ. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വയറുവേദന വരുന്നു, അല്ലെങ്കിൽ വോമിറ്റിംഗ് വരുന്നു, നോസ്യ വരുന്നു, സ്കിൻ തൊലിപ്പുറമൊക്കെ ചുവന്ന് തടിച്ച് ചൊറിഞ്ഞ് വരുന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പലർക്കും പലപ്പോഴായിട്ട് ഉണ്ടാകാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഓരോ ഭക്ഷണത്തിനോടായിരിക്കും ഇത്തരത്തില് അലർജി കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും അറിയാം, അലർജി എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു ഓവർ റിയാക്ഷൻ ആണ് അല്ലെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ്സിനോട് ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോഴാണ് അത് ഫുഡ് അലർജി ആയിട്ട് മാറുന്നത്. പ്രധാനമായിട്ടും പ്രോട്ടീൻ കണ്ടന്റിനോടാണ് ഇമ്മ്യൂൺ സിസ്റ്റം ഈ ഒരു രീതിയിൽ പ്രതികരിക്കുന്നത്. നമ്മൾ ആദ്യം ഈ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ ശരീരത്തിന്റെ എനിമിയാണ് എന്നുള്ള രീതിയിൽ അതിനെ മാർക്ക് ചെയ്ത് ഓർത്ത് വെക്കുന്നത് IgE ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. പിന്നീട് നമ്മൾ വീണ്ടും ഈ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിനെതിരെ ആന്റിബോഡീസ് ഫൈറ്റ് ചെയ്യും, ഹിസ്റ്റമിൻസ് ഉണ്ടായി തുടങ്ങും. ഹിസ്റ്റമിൻസിന്റെ ഓവർഫ്ലഡ് മൂലമാണ് നമുക്ക് ഇത്തരത്തില് സിംറ്റംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റുന്നത്? പലപ്പോഴും ജനറ്റിക്സ് ഒരു കാരണമാകാറുണ്ട്. നമ്മുടെ പേരൻസിനോ അല്ലെങ്കിൽ മറ്റ് വീട്ടിലുള്ള ആർക്കെങ്കിലുമോ ഇത്തരത്തിൽ അലർജീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫുഡ് അലർജി തന്നെ ആയിക്കൊള്ളണമെന്നില്ല, പൊടിയോടുള്ള അലർജി ആയിരിക്കും, ആസ്മ കംപ്ലൈൻസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് അലർജി ജനറ്റിക്കലി വരാനായിട്ടൊരു ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ചെറുപ്പത്തിൽ എക്സിമ, കരപ്പം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്കതൊരു ഫുഡ് അലർജിയിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെ പലപ്പോഴും നമ്മുടെ ജീവിതശൈലി ഒരു കാരണമാകാറുണ്ട്. അതായത് ലീക്കി ഗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഫുഡ് അലർജി വരാനുള്ള ഒരു ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ ഓവർ യൂസ് പലപ്പോഴും നമ്മുടെ വയറിനെ കേടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും ഈ ഒരു ഫുഡ് അലർജിക്ക് പലപ്പോഴും പിന്നീട് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾ പ്രീമച്വർ ഡെലിവറി ഒക്കെ സംഭവിച്ച് നേരത്തെ ജനിക്കാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കും ഭാവിയിൽ ഫുഡ് അലർജി വരാനുള്ള ഒരു ചാൻസ് ഉണ്ടാകാറുണ്ട്. ഇതെല്ലാമാണ് ഫുഡ് അലർജി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. പലപ്പോഴും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഇത്തരത്തില് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടും മീറ്റ്, ചിക്കന്, ബീഫ്, പോർക്ക്, മട്ടൺ ഒക്കെ പലപ്പോഴും അലർജി ഉണ്ടാക്കലുണ്ട്. അതുപോലെ ചില മത്സ്യങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ സീ ഫുഡ്സ്, കുറച്ച് നമ്മൾ ഈ കക്ക പോലെയുള്ള അല്ലെങ്കിൽ കൊഞ്ച്, നവണിക്ക പോലെയുള്ള ഷെൽഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫിഷസ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷെൽഫിഷ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തില് ബുദ്ധിമുട്ട് വരുന്നത് സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട്. പിന്നെ ചിലർക്ക് പരിപ്പ് അല്ലെങ്കിൽ കടല, ചെറുപയറിനോടൊക്കെ ആയിരിക്കും ഈ ഒരു രീതിയിൽ അലർജി വരുന്നത്. ചിലർക്ക് പാൽ ഉൽപ്പന്നങ്ങളോടായിരിക്കും ഈ ഒരു രീതിയിൽ അലർജി കാണിക്കുന്നത്. പിന്നെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ചില ഫ്രൂട്ട്സിനോടായിരിക്കും. പൈനാപ്പിൾ, മുന്തിരി പോലെയുള്ള ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുക്കുംബർ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തണ്ണിമത്തൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഇത്തരത്തില് ഫുഡ് അലർജി ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. മെയിൻ ആയിട്ട് ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറിഞ്ഞു തടിക്കുക, തൊലിപ്പുറത്ത് ചൊറിഞ്ഞു തടിക്കുക, ചുവന്ന കളറിൽ തടിച്ച് വരിക. അപ്പൊ ഹൈവ്സ് പോലെയൊക്കെ ചിലപ്പം കണ്ടുവന്ന് വരാം. മുഖമൊക്കെ പെട്ടെന്ന് നീര് വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ചൊറിച്ചിൽ വന്ന് വീർത്ത് കണ്ണൊക്കെ ഇടിനിൽക്കുക. അതോടൊപ്പം ഉള്ളിലേക്കും ഈ ഒരു ഇൻഫ്ലമേഷൻ കാണാറുണ്ട്. അതിന്റെ ഫലമായിട്ട് റെസ്പിറേറ്ററി ഇൻഫ്ലമേഷൻ ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് അമിതമായിട്ടുള്ള മ്യൂക്കസ് പ്രൊഡക്ഷൻ ഉണ്ടാവാം. അതുകൊണ്ട് മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും വായിൽ നിന്നും വരെ ചിലർക്ക് ഇങ്ങനെ വെള്ളം ഒലിച്ചു വരുന്നതായിട്ട് അല്ലെങ്കിൽ മ്യൂക്കസ് ഒലിച്ചു വരുന്നതായിട്ട് കാണാറുണ്ട്. അതോടൊപ്പം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരാറുണ്ട്. പലപ്പോഴും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. വയറിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവുമ്പോൾ നമുക്ക് അമിതമായിട്ടുള്ള വയറുവേദന വരുന്നു, വയറിളക്കം വരുന്നു. ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിട്ടായിരിക്കും ഇത് കാണുന്നത്. പിന്നെ നോസിയ, വോമിറ്റിംഗ് പോലെയുള്ള സിംറ്റംസും ഇതിനോടൊപ്പം കാണാറുണ്ട്. ഫുഡ് പോയിസണിങ് അല്ല, ഫുഡ് അലർജി ആണ് പറയുന്നത്. ഫുഡ് പോയിസണിങ് ഏതെങ്കിലും ഒരു സമയത്തൊക്കെ നമ്മൾ ആ ഒരു ഫുഡ് കഴിച്ചെങ്കിലേ വരാറുള്ളൂ. ഇത് സ്ഥിരമായിട്ട് ഒരേ ഫുഡ് എടുക്കുമ്പോൾ അലർജീസ് ഉണ്ടാവുന്നതിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പലപ്പോഴും നമ്മൾ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അനഫൈലാറ്റിക് റിയാക്ഷൻസിലേക്കൊക്കെ എത്താൻ മരണകാരണമായിട്ടുള്ള ഒരു കണ്ടീഷനാണത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണത്. അപ്പൊ അതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നായിരിക്കും ഒരു ചൊറിച്ചില്, ചുമന്ന് തടിക്കലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കിന് ശരീരം മൊത്തം നീര് വന്ന് വീർത്ത് വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ
വളരെയേറെ കൂടി പേഷ്യന്റ് ചിലപ്പോൾ അൺകോൺഷ്യസ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. BP ഒക്കെ വളരെ പെട്ടെന്ന് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണിക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ട പ്രധാന കാര്യം. എങ്ങനെ നമുക്ക് ഈ ഒരു ഫുഡ് അലർജീനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഫുഡ് അലർജി ഉള്ളവര് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അവരുടെ ഒരു ഫുഡ് ഡയറി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അവർ കഴിക്കുന്ന ഫുഡുകളെല്ലാം ഓരോ ദിവസത്തെയും ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഈ അലർജി ഉണ്ടാകുന്ന സമയത്ത് അതൊരു പർട്ടിക്കുലർ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും ഉണ്ടാകുന്നത്. ആ സമയത്ത് കഴിച്ച ഫുഡ് എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഡയറ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഇത് വളരെ കുറഞ്ഞ അളവില് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം ഭക്ഷണത്തിലൊന്ന് ഉൾപ്പെടുത്തി നോക്കുക. റിയാക്ഷൻസ് ഒന്നും ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് അതിന്റെ അളവ് കൂട്ടി കൊണ്ടുവന്ന് നമുക്കിത് കഴിക്കാവുന്നതാണ്. പക്ഷെ അപ്പോഴും നമുക്ക് അലർജി ഉണ്ടാവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കി നിർത്തുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ രണ്ടാമത് ഇത്തരത്തിൽ അലർജി ഉണ്ടാക്കുന്ന പ്രോട്ടീനൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കഴിവതും ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടി മിക്സ് ചെയ്ത് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ലീക്കി ഗട്ട് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കുക. അതിന് വേണ്ടിയിട്ട് ധാരാളം പ്രീബയോട്ടിക്സ് കഴിക്കുക. നമ്മൾ സാധാരണ കിട്ടുന്ന വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കുക. അതിൽ തന്നെ ഓറഞ്ച്, നാരങ്ങ, ആപ്പിള്, നെല്ലിക്കയൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിലെല്ലാം പ്രീബയോട്ടിക്സ് ധാരാളം ഉണ്ട്. പിന്നെ പ്രൊബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് തൈരിൽ നിന്നാണ്. അപ്പൊ ചിലർക്ക് ഈ തൈര് അലർജി ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ ഈ തൈരൊന്ന് ഒഴിവാക്കുക. പകരം ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇഡലി, ദോശ പോലെയൊക്കെ ഉള്ള പുളിപ്പിച്ച പലഹാരങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പ്രൊബയോട്ടിക്സിന്റെ ഒരു കലവറയാണ് കേട്ടോ നമ്മളുടെ പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. തലേ ദിവസത്തെ ചോറ് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുന്നത് വളരെയേറെ പ്രൊബയോട്ടിക് റിച്ച് ആണ്. അപ്പം അങ്ങനെ കഴിക്കാൻ പറ്റുന്നവർ ആ ഒരു രീതിയിലും കഴിക്കുന്നത് നമ്മുടെ വയറിന് വളരെ നല്ലൊരു മെഡിസിൻ കൂടിയാണെന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ധാരാളം omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പൊ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുക. പിന്നെ നട്ട്സ് ധാരാളം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് നിങ്ങളുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ അലർജി ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡയറ്റിൽ നിന്നൊന്ന് ഒഴിവാക്കി നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മൈൻഡ് എന്നുള്ളത്. മൈൻഡിൽ ആകമാനം സ്ട്രെസ്, ആൻസൈറ്റി, അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം പോലെയുള്ള പ്രശ്നങ്ങൾ, കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗട്ട് പ്രോബ്ലംസ് വരാനും ഗട്ട് അൺഹെൽത്തി ആവാനും ഒക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് മൈൻഡ്ഫുൾനെസ്, ബ്രീത്തിങ് എക്സസൈസ് പോലെയുള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡും ഒരു ബോഡിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ഒരു ഫുഡ് അലർജി ഒരുവിധം ഒഴിവാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ.